ഗുഡ് മോർണിംഗ്. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 17. ഐ എം ഹിയർ ടു അനലൈസ് ടുഡേസ് ഹിന്ദു ന്യൂസ് പേപ്പർ. സോ UPSC പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കി പോകാം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യ ചൈന മൂവ് ടു റീസ്റ്റാർട്ട് കൈലാഷ് മാൻസരോവർ യാത്ര. എന്താണ് ഈ ഒരു ന്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ കൈലാഷ് മാൻസരോവർ യാത്ര 2019 COVID-19 പാൻഡമിക്കിലും അതുപോലെ തന്നെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിന്റെ ഒരു ടെൻഷൻ കാരണം ഇന്ത്യയുടെയും ചൈനയുടെയും ബോർഡറിൽ ഉണ്ടാവുന്ന ഒരു ടെൻഷൻ കാരണം സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. സോ ബോത്ത് നാഷൻസ് ഇന്ത്യയും ചൈനയും ഈ ഒരു കൈലാഷ് മാൻസരോവർ യാത്ര എന്ന് പറയുന്നത് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള എഫേർട്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് റീസ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ടോക്സ് ഒക്കെ സ്പീഡപ്പ് ആക്കുകയാണ്. സോ ഈ ഒരു ഡിസ്കഷൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലോജിസ്റ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ റീസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പ്ലാൻ എന്ന് പറയുന്നത് ദാർച്ചുലയിൽ നിന്ന് ലിപ്പുലേഖ് പാസിലേക്കുള്ള ഒരു സ്പെഷ്യൽ ട്രാൻസ്പോർട്ട് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇത് പ്രധാനമായിട്ടും ട്രക്കിംഗ് ഡിസ്റ്റൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ലിപ്പുലേഖ് എന്ന് പറയുന്നത് ഒരു ഹിമാലയൻ പാസ് ആണ്. ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിനെയും അതുപോലെ തന്നെ ചൈനയുടെ ടിബറ്റ് റീജിയനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഹിമാലയൻ പാസ് ആണ് ലിപ്പുലേഖ് എന്ന് പറയുന്നത്. സോ ഇതില് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഒരു മൾട്ടി ഏജൻസി മീറ്റിംഗ് ഏപ്രിൽ 21 പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഫൈനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഇത് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. പ്രിലിംസ് പെർസ്പെക്റ്റീവില് ഈ ന്യൂസ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. അതിലൊന്നാണ് കൈലാഷ് മാൻസരോവർ റൂട്ട് ആൻഡ് ലിപ്പുലേഖ് പാസ് എന്ന് പറയുന്നത്. ഈ ലിപ്പുലേഖ് പാസ് എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ റൂട്ടാണ്. സോ ഉത്തരാഖണ്ഡിലൂടെയുള്ള ഒരു റൂട്ടാണ് ലിപ്പുലേഖ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും റോഡ് ട്രാവലിനെയും അതുപോലെ തന്നെ ട്രക്കിങ്ങിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു റൂട്ടാണ്. സോ ഹിസ്റ്റോറിക്കലി ഈ ഒരു ലിപ്പുലേഖ് പാസ് ഓൾമോസ്റ്റ് 2 to 3 weeks ആണ് എടുക്കുന്നത്. ഇതെങ്ങനെയാണ് സിഗ്നിഫിക്കന്റ് ആവുന്നത്? ഇന്ത്യൻ പിൽഗ്രീംസിലേക്കുള്ള ആക്സസ് ചെയ്യാനുള്ള ഒരു പ്രൈമറി റൂട്ടാണ് ഈ ലിപ്പുലേഖ് റൂട്ട് എന്ന് പറയുന്നത്. സോ അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. സോ ഇതിന് എന്തായിരിക്കും ഈ ലിപ്പുലേഖ് പാസ് എന്ന് പറയുന്നത്? ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷനിൽ ലൊക്കേറ്റ് ചെയ്യുന്നതാണ് ലിപ്പുലേഖ് പാസ്. ഉത്തരാഖണ്ഡിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഇന്ത്യ, ചൈന, നേപ്പാള് 3 നേഷൻസും ജോയിൻ ചെയ്യുന്ന ഒരു ട്രൈ ജംഗ്ഷനിലാണ് ഈ ഒരു ലിപ്പുലേഖ് പാസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. എന്താണ് ഈ ട്രൈ ജംഗ്ഷൻ എന്ന് പറയുന്നത്? ട്രൈ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ജോഗ്രഫിക്കൽ ഏരിയ ആണ്. 3 നേഷൻസിന്റെ ബോർഡേഴ്സ് മീറ്റ് ചെയ്യുന്ന ഒരു ജോഗ്രഫിക്കൽ ഏരിയനെയാണ് ട്രൈ ജംഗ്ഷൻ എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള ഒരു ലൊക്കേഷനിലാണ് ലിപ്പുലേഖ് പാസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇതൊരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആയിട്ട് മാറുന്നത്. പ്രധാനമായിട്ടും ട്രേഡിനും അതുപോലെ തന്നെ ട്രേഡ് റൂട്ടും ആയിരുന്നു ഈ ഒരു ലിപ്പുലേഖ് പാസ് എന്ന് പറയുന്നത്. സോ മാത്രമല്ല ഇന്ത്യൻ നേപ്പാളും തമ്മിലുള്ള ടെറിറ്റോറിയൽ ക്ലെയിംസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റും കൂടെയാണ് ലിപ്പുലേഖ് റൂട്ട്. സോ കൈലാഷ് ദർശൻ വിയ ലിപ്പുലേഖ്. പ്രധാനമായിട്ടും കൈലാഷ് മാൻസരോവർ യാത്ര ഇന്ത്യൻസ് കൈലാഷ് മാൻസരോവർ യാത്ര നടത്തുന്നത് ഈ ഒരു ലിപ്പുലേഖ് റൂട്ടിലൂടെയാണ്. സോ അതാണ് പ്രധാനപ്പെട്ട ഇന്ത്യക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പ്രൈമറിലി ഉള്ള ഒരു റൂട്ടാണ് ലിപ്പുലേഖ് റൂട്ട് എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യ ചൈന ബോർഡർ ഡൈനാമിക്സ് ആണ്. സോ ആസ് വി ഓൾ നോ ദാറ്റ് ഇന്ത്യയും ചൈനയും തമ്മിൽ കുറച്ച് ബോർഡർ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ബോർഡർ ഇഷ്യൂസ് ആണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ളത്. ഇന്ത്യൻ ചൈന ബോർഡർ എന്ന് പറയുന്നത് ലാർജ്ലി അൺഡിമാർക്കേറ്റഡ് ആണ്. എന്തുകൊണ്ട്? ഈ ഒരു കാര്യം ലീഡ് ചെയ്യുന്നത് എന്തിലേക്കായിരിക്കും? ഇന്ത്യ ചൈന തമ്മിലുള്ള ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിന്റെ കാര്യത്തിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പെർസെപ്ഷൻസ് ആണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഉള്ളത്. സോ ഇത് പിന്നീട് ടെറിറ്റോറിയൽ ഡിസ്പ്യൂട്ട്സ് അക്സായ് ചിന്നിലെയും അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിലൊക്കെ ഒരു ടെറിറ്റോറിയൽ ഡിസ്പ്യൂട്ടിലേക്ക് ലീഡ് ചെയ്യുന്നു. പിന്നീട് ഇതൊരു ഫർദർ ടെൻഷനിലേക്കും മാത്രമല്ല മിലിറ്ററി സ്റ്റാൻഡ് ഓഫിലേക്കൊക്കെ ലീഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബോർഡർ ഇഷ്യൂസ് എന്ന് പറയുന്നത്. നമുക്കിപ്പോ മെയിൻസ് പെർസ്പെക്റ്റീവിലൊക്കെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള റിലേഷൻ ചോദിക്കുമ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതിനൊക്കെ ഒരു സജഷൻ ആയിട്ട് കൊടുക്കാൻ പോകുന്ന
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നെക്സ്റ്റ് പറയുന്നത്. അതായത് പിൽഗ്രിമേജ് ആസ് എ കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷർ. സോ ഈ ഒരു കൈലാഷ് മാനസരോവർ യാത്ര വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ പീപ്പിൾ ടു പീപ്പിൾ ലിങ്കും അതുപോലെ തന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പീപ്പിൾ ടു പീപ്പിൾ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനും ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷർ ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഈ കൈലാഷ് മാനസരോവർ യാത്ര എന്ന് പറയുന്നത്. അതായത് ഈ ബോർഡർ ഇഷ്യൂസ് ഉണ്ടായെങ്കിൽ കൂടെ ഒരു കൾച്ചറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റിലീജിയസ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് ആണ് അവിടെ സംഭവിക്കുന്നത്. സോ ഡിപ്ലോമാറ്റിക് എഫേർട്സ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു കൈലാഷ് മാനസരോവർ യാത്ര വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു ന്യൂസ് എങ്ങനെയാണ് മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്? മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഇത് GS2 IR ഇന്റർനാഷണൽ റിലേഷൻസിലെ ബൈലാറ്ററൽ റിലേഷൻസിലും അതുപോലെ തന്നെ ബോർഡർ മാനേജ്മെന്റിലും ഒരുപോലെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ന്യൂസ് ആണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. സോ ഇതിന്റെ കൂട്ടത്തിൽ ഈ ന്യൂസ് നോക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇന്ത്യയുടെയും ചൈനയുടെയും മാപ്പ് നോക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എവിടെയാണ് ഈ ഒരു ബോർഡർ ടെൻഷൻസ് വരുന്നത്, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ മാപ്പ് നോക്കി മനസ്സിലാക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന ന്യൂസ്, വഖഫ് ബൈ യൂസർ ഡീനോട്ടിഫിക്കേഷൻ വുഡ് ബി ഹ്യൂജ് പ്രോബ്ലം സുപ്രീം കോർട്ട്. സോ എന്താണ് ഈ ഒരു ന്യൂസിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ഈ ന്യൂസിന്റെ സമ്മറി എന്താണെന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ റീസെന്റ് വഖഫ് അമെൻമെന്റ് ബില്ല് 2025 പാർലമെന്റ് പാസ്സായി. സോ ഇതില് സുപ്രീം കോർട്ട് കുറച്ച് കൺസേൺസ് റൈസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ഒരു ഡീ റെക്കഗ്നീഷൻ ഓഫ് വഖഫ് ബൈ യൂസർ, അതുപോലെ തന്നെ വഖഫ് ബോഡീസിൽ നോൺ മുസ്ലിംസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്, വഖഫ് സ്റ്റേറ്റസിൽ സ്റ്റേറ്റിന്റെ പവർ ഡിറ്റർമൈൻ ചെയ്യുക, ഈ ഒരു കാര്യങ്ങളിലാണ് സുപ്രീം കോടതി അതിന്റെ കൺസേൺ റൈസ് ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും ഈ ഒരു സുപ്രീം കോടതിയുടെ വേർഡിക്റ്റില് 3 പ്രപ്പോസൽസ് ആണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് പ്രധാനമായിട്ടും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വഖഫ് പ്രോപ്പർട്ടീസിന്റെ പ്രൊട്ടക്ഷൻ, സ്റ്റേറ്റിന്റെ വഖഫ് സ്റ്റേറ്റസിൽ സ്റ്റേറ്റിന്റെ അതോറിറ്റി റിവ്യൂ ചെയ്യുക, മാത്രമല്ല എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് ആയിട്ട് മാത്രം നോൺ മുസ്ലിംസിനെ അലോ ചെയ്യുക. ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് ഈ ഒരു ഇതിൽ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ. സോ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് പ്രീ കൊളോണിയൽ നേച്ചർ ഓഫ് വഖഫ് പ്രോപ്പർട്ടീസ്, ക്വസ്റ്റ്യനിങ് ഫീസിബിലിറ്റി ഓഫ് ഡിമാൻഡിങ് ഫോർമൽ ഡോക്യുമെന്റ്സ് ഫോർ സെഞ്ചുറീസ്, ഓൾഡ് മോസ്ക് ആൻഡ് ഷ്രൈൻസ്. സോ ഈ ഒരു ന്യൂസ് എങ്ങനെയാണ് നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ പ്രധാനമായിട്ടും എന്താണ് വഖഫ് ആക്ട്? വഖഫ് ആക്ട് എന്ന് പറയുന്നത് ഒരു മുസ്ലിം ലോ പ്രകാരം പയസ്, റിലീജിയസ്, ചാരിറ്റബിൾ ആയിട്ടുള്ള മൂവബിൾ അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ഒരു പെർമനന്റ് ഡെഡിക്കേഷനെയാണ് വഖഫ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഈ വഖഫ് പ്രോപ്പർട്ടി പെർമനന്റ് ആയിരിക്കും, കനോട്ട് ബി ടേക്കൻ ബാക്ക്, മാത്രമല്ല കനോട്ട് ബി സോൾഡ് ഓർ ട്രാൻസ്ഫേർഡ്. സോ ഇതിന്റെ കീ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളാണ്. ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ മെയിൻലി നടക്കുന്നത് സ്റ്റേറ്റ് വഖഫ് ബോർഡിന്റെ സൂപ്പർവിഷന്റെ അണ്ടറിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ, ഈ ഒരു അഡ്മിനിസ്ട്രേറ്റർ അറിയപ്പെടുന്നത് മുത്താവല്ലി എന്നുള്ളതാണ്. സോ മുത്താവല്ലിയാണ് ജനറലി ഈ ഒരു വഖഫ് പ്രോപ്പർട്ടീസിന്റെ അഡ്മിനിസ്ട്രേഷൻസ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നത്. സോ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത് ലോങ് ടേമില് കണ്ടിന്യൂസ് ആയിട്ട് റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് മുസ്ലിംസ് ഒരു പ്രോപ്പർട്ടീനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പിന്നീട് വഖഫായി മാറുകയാണ് ചെയ്യുന്നത്. അതിനൊരു ഫോർമൽ ഡീഡിന്റെ ആവശ്യമില്ല. സോ ഇതിന് റീഗൽ റെക്കഗ്നീഷൻ കിട്ടുന്നത് 1954 അതുപോലെ തന്നെ 1995 ആക്ട് പ്രകാരം ഇത് ലീഗലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ കറന്റ് സ്റ്റേറ്റസും ഡിബേറ്റ്സും നടക്കുന്നത് ഈ ഒരു വഖഫ് അമെൻമെന്റ് ബില്ല് 2025 വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിനെ അബോളിഷ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് പിന്നീട് ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വഖഫ് പ്രോപ്പർട്ടീസിന്റെ എക്സിസ്റ്റിംഗ് വഖഫ് പ്രോപ്പർട്ടീസിന്റെ സ്റ്റേറ്റസിൽ ഫോർമൽ ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ ലാക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ എക്സിസ്റ്റൻസ് കാര്യങ്ങൾ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈ ഒരു ന്യൂസിൽ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുന്നത് റോൾ ഓഫ് സെൻട്രൽ വഖഫ് കൗൺസിൽ ആണ്. എന്താണ് ഈ ഒരു സെൻട്രൽ വഖഫ് കൗൺസിൽ എന്ന് പറയുന്നത്? 1954 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. പിന്നീട് 1995 2030 അമെൻമെന്റിലും ഇത് എക്സ്പാൻഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കാര്യമാണ് സെൻട്രൽ വഖഫ് കൗൺസിൽ എന്ന് പറയുന്നത്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബോഡിയാണ്. മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സിന്റെ അണ്ടറിലാണ് സെൻട്രൽ വഖഫ് കൗൺസിൽ വരുന്നത്. സോ
ഇത് പ്രധാനമായിട്ടും ആക്ട് ചെയ്യുന്നത് ഒരു അഡ്വൈസറി ആൻഡ് സൂപ്പർവൈസറി ബോഡി ആയിട്ടാണ് ഈ ഒരു സെൻട്രൽ വഖഫ് കൗൺസിൽ ആക്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ടും സെൻട്രൽ ഗവൺമെന്റിനെയും സ്റ്റേറ്റ് ഗവൺമെന്റിനെയും സ്റ്റേറ്റ് വഖഫ് ബോർഡ്സിനെയും ഈ ഒരു വഖഫിന്റെ അഡ്മിനിസ്ട്രേഷനിലും ഫംഗ്ഷനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അഡ്വൈസ് ചെയ്യാന്നുള്ളതാണ് സെൻട്രൽ വഖഫ് കൗൺസിലിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. എന്തൊക്കെയായിരിക്കും ഇതിലുള്ള കീ ഫങ്ഷൻസ് എന്ന് പറയുന്നത്? വഖഫ് ആക്ടിന്റെ ഇംപ്ലിമെന്റേഷനെ മോണിറ്റർ ചെയ്യുക, മാത്രമല്ല വഖഫ് പ്രോപ്പർട്ടീസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ലീഗൽ അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുക, അർബൻ വഖഫ് പ്രോപ്പർട്ടീസിന്റെ ഡെവലപ്മെന്റ് സ്കീംസ് ഇംപ്ലിമെന്റ് ചെയ്യാം, സ്റ്റേറ്റ് വഖഫ് ബോർഡ്സിന് അവരുടെ പെർഫോമൻസിന്റെ ഇൻഫർമേഷൻസ് സീക്ക് ചെയ്യാം. ഇത്തരം കാര്യങ്ങളാണ് ഇതിന്റെ കീ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ന്യൂസ് വായിക്കുമ്പോൾ നമ്മൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ആൻഡ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളതാണ്. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു വിങ്ങിനും ആബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു പവറും ഇല്ല. സോ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ഈ 3 ഓർഗൻസിൽ പവേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഓർഗൻസിന്റെ ഇടയിൽ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ നോക്കുമ്പോൾ ചില ആർട്ടിക്കിൾസ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. ആർട്ടിക്കിൾ 50, ആർട്ടിക്കിൾ 121, 123 ആൻഡ് 211 ഈ 4 ആർട്ടിക്കിൾസ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. എന്താണ് ആർട്ടിക്കിൾ 50 എന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 50 എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൽ നിന്ന് ജുഡീഷ്യറിനെ മാറ്റി നിർത്തുക, സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 50 എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഇതൊരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്? ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിനെ ഒരു ഇൻഡിപെൻഡന്റ് ബോഡി ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ 50 കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആർട്ടിക്കിൾ 121 എന്താണ്? ഒരു പാർലമെന്റില് സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് ജഡ്ജസിന്റെ ഡിസ്കഷൻസ് ലിമിറ്റ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 121 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 123 പ്രകാരം പാർലമെന്റിന്റെ റിസസ് പീരീഡിൽ പ്രസിഡന്റിന് ഓർഡിനൻസ് മേക്ക് ചെയ്യാനുള്ള അതോറിറ്റി കൊടുക്കുന്നതാണ് ആർട്ടിക്കിൾ 123 എന്ന് പറയുന്നത്. സോ 211 എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 211 ഈ ഒരു ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. അതായത് ആർട്ടിക്കിൾ 211 എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ സുപ്രീം കോർട്ടിലെയും അതുപോലെ തന്നെ ഹൈക്കോർട്ടിലെയും ജഡ്ജസിന്റെ ഡ്യൂട്ടീസിനെ കുറിച്ചിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഡിസ്കഷൻസ് കാര്യങ്ങൾ വരാൻ പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 211 എന്ന് പറയുന്നത്. സോ ഇതിൽ നിന്ന് പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ഗവൺമെന്റിന്റെ ഒരു ഓർഗനും ഒരു ആബ്സല്യൂട്ട് പവർ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇതൊരു ചെക്സ് ആൻഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിൽ അടുത്തതായിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യമാണ് ആർട്ടിക്കിൾ 25ഉം ആർട്ടിക്കിൾ 26ഉം. ഇതെന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. റൈറ്റ് ടു റിലീജിയനിൽ വരുന്ന ഒരു ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 25ഉം 26 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 25 പ്രധാനമായിട്ടും നമുക്ക് എന്താണ്? റൈറ്റ് ടു ഫ്രീലി പ്രൊഫസ്, നമ്മുടെ മനസാക്ഷിക്ക് അനുസരിച്ച് റൈറ്റ് ടു ഫ്രീലി പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. ഇതാണ് ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 26 പ്രകാരം റിലീജിയസ് ഗ്രൂപ്പ്സിന് അല്ലെങ്കിൽ റിലീജിയസ് കമ്മ്യൂണിറ്റീസിന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടും ചാരിറ്റി കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റൈറ്റ് കൊടുക്കുന്നതാണ് ആർട്ടിക്കിൾ 26 എന്ന് പറയുന്നത്. സോ അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ 26ന്റെ അണ്ടറിലാണ് വഖഫും അതുപോലെ തന്നെ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ ഗവേണിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് ആർട്ടിക്കിൾ 26ലാണ്. സോ ഈ ന്യൂസ് എങ്ങനെയാണ് നമുക്ക് മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് ആയി വരുന്നത്? GS2 പൊളിറ്റി ആൻഡ് ഗവേണൻസിലെ ജുഡീഷ്യൽ റിവ്യൂ ഓഫ് ലെജിസ്ലേഷൻ ആൻഡ് ബാലൻസിങ് റിലീജിയസ് റൈറ്റ്സ് വിത്ത് സ്റ്റേറ്റ് കൺട്രോൾ, മാത്രമല്ല മൈനോറിറ്റി റൈറ്റ്സ്, സെക്യുലറിസം ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ആർട്ടിക്കിൾ 25 to 30 ഈ ഒരു ഭാഗത്ത് നിന്ന് മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ഇപ്പൊ നമ്മൾ നോക്കിയിട്ടുള്ള ന്യൂസ്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന ന്യൂസ് ഷേപ്പിംഗ് എ റെസ്പോൺസ് ടു ദ US റെസിപ്രോക്കൽ താരിഫ്. എന്താണ് ഈ ഒരു ന്യൂസിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് നോക്കാം. US ഒരു റെസിപ്രോക്കൽ താരിഫ് സിസ്റ്റം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പ്രകാരം 26% പീനൽ താരിഫ് ഇന്ത്യൻ ഗുഡ്സിന്റെ മുകളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ഒരു അൺറിലേറ്റഡ് ആയിട്ടുള്ള ഫോർമുല ബേസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. സോ ഇന്ത്യയുടെ ഇതിലുള്ള റെസ്പോൺസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താ? ഇന്ത്യ ഒരു റിറ്റാലിയേഷൻ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. സോ അതിന് പകരം ഇന്ത്യ US-ൽ നിന്നുള്ള ഇമ്പോർട്ട് ഇൻക്രീസ് ചെയ്യേണ്ടതുണ്ട്. ഇത് റെസിപ്രോക്കൽ താരിഫ് റേറ്റും
കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റിനെ എഫക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൽ ഗ്ലോബൽ ട്രേഡ് ഇംപ്ലിക്കേഷൻസ് എങ്ങനെയാണ് വരുന്നത്? അതായത് ഈ ഒരു റെസിപ്രോക്കൽ താരിഫ് സിസ്റ്റം കാരണം ഇത് ഗ്ലോബൽ ട്രേഡിൽ ഒരു അൺസർട്ടനിറ്റി ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഒരു ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ ക്രൂഷ്യൽ ആണ് ടു അപ്ഹോൾഡ് മൾട്ടിലാറ്ററലിസം ആൻഡ് പ്രിവെന്റ് യൂണിലാറ്ററൽ ട്രേഡ് വാർസ്. ഈ ഒരു ന്യൂസ് എങ്ങനെയാണ് നമുക്ക് UPSC പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് ആയി വരുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ പ്രിലിംസ് പെർസ്പെക്റ്റീവിലാണ് നമ്മളിപ്പോ ഇനി പറയാൻ പോകുന്നത്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് താരിഫ് ഫോർമുലാസ്. എന്താണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്? ഇന്റർനാഷണൽ ട്രേഡ് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിനു വേണ്ടി 1995 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇതിന്റെ കീ ബോഡീസ് എന്ന് പറയുന്നത് മിനിസ്റ്റീരിയൽ കോൺഫറൻസ്, അതുപോലെ തന്നെ ജനറൽ കൗൺസിൽസ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കൗൺസിൽസ്, കമ്മിറ്റീസ്, ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഈ ഒരു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ കീ ബോഡീസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടുള്ള കോർ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നോൺ ഡിസ്ക്രിമിനേഷൻ, റെസിപ്രോസിറ്റി, ബൈൻഡിങ് ആൻഡ് എൻഫോഴ്സിബിൾ കമ്മിറ്റ്മെന്റ്സ്, ട്രാൻസ്പെറൻസി ആൻഡ് സേഫ് ഗാർഡ്സ്. ഇത്രയും കാര്യങ്ങളാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ കോർ പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്. ഈ ഒരു WTO ഒരുപാട് ഫോർമുലാസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫോർമുലാസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഉറുഗെ റൗണ്ട് ഫോർമുല, സ്വിസ് ഫോർമുല, ബാൻഡഡ് അപ്രോച്ച്. ഇത്തരത്തിലുള്ള അപ്രോച്ചസ് കാര്യങ്ങളൊക്കെ ട്രേഡ് നെഗോഷിയേഷൻസിന് വേണ്ടിയിട്ടും താരിഫ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു ടൂൾ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള ഫോർമുലാസ് എന്ന് പറയുന്നത്. ഇന്ത്യ US ട്രേഡ് ബാസ്ക്കറ്റ് പ്രധാനമായിട്ടും US-ലേക്കുള്ള ഇന്ത്യൻ എക്സ്പോർട്ട് പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡ്രഗ് ഫോർമുലേഷൻസ് ആൻഡ് ബയോളജിക്കൽസ്, എഞ്ചിനീയറിംഗ് ഗുഡ്സ്, ജെംസ് ആൻഡ് ജ്വല്ലറി, പെട്രോളിയം പ്രൊഡക്ട്സ്, ടെലികോം ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ടെക്സ്റ്റൈൽസ്, റെഡിമെയ്ഡ് ഗാർമെന്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് US-ലേക്കുള്ള ഇന്ത്യയുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത്. US-ൽ നിന്നുള്ള ഇന്ത്യയുടെ ഇമ്പോർട്ട്സ് പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്നത് മിനറൽ ഫ്യൂൽസ് ആൻഡ് ഓയിൽസ്, pearls and precious stones, machinery, aircraft, spacecraft parts, certain agricultural products. ഇത്രയും കാര്യങ്ങളാണ് US-ൽ നിന്നുള്ള ഇന്ത്യയിലേക്കുള്ള ഇമ്പോർട്ടിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത്. സോ ഒരു ട്രേഡ് ബാലൻസ് എങ്ങനെയാണ്? ഇന്ത്യ US തമ്മിലുള്ള ട്രേഡ് എന്ന് പറയുന്നത് ട്രേഡ് റിലേഷൻ ഒരു ട്രേഡ് സർപ്ലസ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. ഈ ഒരു ന്യൂസ് നമുക്ക് മെയിൻസ് പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്? GS2-ലെ IR-ൽ ഇന്ത്യ US ട്രേഡ് ഡിപ്ലോമസി ആൻഡ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ റോൾ ഇൻ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, മാത്രമല്ല GS3-ലെ ഇക്കോണമി, എക്സ്റ്റേണൽ സെക്ടർ, ട്രേഡ് പോളിസി ആൻഡ് ഇമ്പാക്ട് ഓഫ് താരിഫ് ഓൺ എക്സ്പോർട്ട് കോമ്പറ്റിറ്റീവ്നെസ്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ന്യൂസ് റിലേറ്റഡ് ആയിട്ട് മെയിൻസിൽ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന ന്യൂസ് കോൾ ഫോർ പെർമനന്റ് സെറ്റിൽമെന്റ് ഫോർ ട്രൈബൽസ്. എഡിറ്റോറിയൽ പേജ് ആണ്. എന്താണ് ഈ ഒരു ന്യൂസിന്റെ ബാക്ക്ഗ്രൗണ്ട് സമ്മറി എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഒരു 2005-ലെ ആന്റി മാവോയിസ്റ്റ് ഓപ്പറേഷൻ സ്ട്രാറ്റജിക് ഹാംലെറ്റ് പോളിസി കാരണം ഛത്തീസ്ഗഡിൽ നിന്ന് അറൌണ്ട് 50,000 ഗോണ്ട് ട്രൈബൽസിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തെലങ്കാനയിലേക്കും ആന്ധ്രാപ്രദേശിലും ഇപ്പൊ അവർ റിസൈഡ് ചെയ്യുന്നത് തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഒരു അൺസേഫ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് ഇപ്പൊ അവർ റിസൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു ഇഷ്യൂ കാരണം അവരുടെ റൈറ്റ്സും റിഹാബിലിറ്റേഷനും ഒക്കെ ഡിനേ ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത്. ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ഉണ്ടായിട്ടും അല്ലെങ്കിൽ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിന്റെ ഡയറക്റ്റീവ്സ് ഒക്കെ നിലനിൽക്കെ തന്നെ ഇന്റേണലി ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഈ പേഴ്സൺസ് അൺറിഹാബിലിറ്റേറ്റഡ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല അവര് ട്രൈബൽ സ്റ്റേറ്റസ് ഡിനൈ ചെയ്യുന്നുണ്ട്. ബേസിക് റൈറ്റ്സും ഹരാസ്മെന്റ് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ അവര് തെലങ്കാന, ആന്ധ്രാപ്രദേശ് സ്ഥലങ്ങളിൽ റിസൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു ആർട്ടിക്കിൾ മുന്നോട്ട് വെക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് ഈ ഒരു ഇഷ്യൂ റിസോൾവ് ചെയ്യാനായിട്ട് എസെൻഷ്യൽ ആണ് എന്നുള്ളതാണ്. സോ ഒരു ബ്രൂ റീഹാബിലിറ്റേഷൻ പ്ലാൻ 2019 ഒക്കെ പോലെയുള്ള ഒരു പ്ലാന്, ഒരു നാഷണൽ ലെവൽ പോളിസി ഇതിന് ഇവരുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടും ഡിഗ്നിഫൈഡ് റീസെറ്റിൽമെന്റിന് വേണ്ടിയിട്ടൊക്കെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. ഈ ന്യൂസ് എങ്ങനെയാണ് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫോറസ്റ്റ് റൈറ്റ് ആക്ട് 2006
ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് 2006 ആണ് നമ്മൾ പറയുന്നത്. അതായത് റൈറ്റ് ടു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് ട്രഡീഷണൽ നോളജ്, അത് സെക്ഷൻ 3 ക്ലോസ് 1M വരുന്നതാണ്. ഗ്രാന്റ് ചെയ്യുന്നത് ഷെഡ്യൂൾഡ് ട്രൈബ്സിനും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡെല്ലേഴ്സ്, മറ്റ് ഫോറസ്റ്റ് ഡെല്ലേഴ്സിനൊക്കെ റൈറ്റ് ടു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയും ട്രഡീഷണൽ നോളജ്, ബയോഡൈവേഴ്സിറ്റി, കൾച്ചറൽ പ്രാക്ടീസസ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രഡീഷണൽ നോളജിനുള്ള അറ്റൈൻ ചെയ്യാനുള്ള റൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു റൈറ്റ് ടു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് ട്രഡീഷണൽ നോളജ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ റെക്കഗ്നീഷൻ, ഈ ഒരു ക്ലോസ് പ്രകാരം ക്ലോസ് എംഫസൈസ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റിയുടെ റൈറ്റ്സ് റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല ഫോറസ്റ്റ് ഡ്വെല്ലിംഗ് കമ്മ്യൂണിറ്റീസിനെ എംപവർ ചെയ്യുക, അവരെ പ്രൊട്ടക്ട് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, അവരുടെ ട്രഡീഷണൽ നോളജും ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതും ഈ ഒരു ആർട്ടിക്കിളിൽ, ഈ ഒരു സെക്ഷനിൽ വരുന്ന ഒരു കാര്യമാണ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റോൾ ആണ്. ഇത് ആർട്ടിക്കിൾ 338A പ്രകാരം ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്നത്. 89th അമെൻമെന്റ് ആക്ട് 2003 ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻസേർട്ട് ആവുന്നത്. സോ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റും നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ബോഡീസ് ആണ്. പ്രധാനപ്പെട്ട എയിം എന്തായിരിക്കും? നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിന്റെ പ്രധാനപ്പെട്ട എയിം എന്തായിരിക്കും? ഒരു പ്രൈമറി റോൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ലോ പ്രൊവൈഡ് ചെയ്യുന്ന സേഫ് ഗാർഡ്, ഷെഡ്യൂൾഡ് ട്രൈബിന് പ്രൊവൈഡ് ചെയ്യുന്ന സേഫ് ഗാർഡ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രൈമറി റോൾ എന്ന് പറയുന്നത്. ഇതിലെ ഇവരുടെ കീ ഫങ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ റൈറ്റ്സ് ഡിപ്രിവേഷൻ നടക്കുന്ന സിറ്റുവേഷനിൽ അവർക്ക് ലഭിക്കുന്ന കംപ്ലൈൻസിന്റെ എൻക്വയറീസ്, സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ പ്ലാനിങ് കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതിൽ അഡ്വൈസ് കൊടുക്കുക, വർക്കിംഗ് റിപ്പോർട്ട് പ്രസിഡൻസിന് സബ്മിറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിന്റെ കീ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഈ ഒരു ന്യൂസ് വായിക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു പ്ലാൻ ആണ് ഉള്ളത്, ബ്രൂ റിഹാബിലിറ്റേഷൻ പ്ലാൻ 2019 എന്ന് പറയുന്നത്. സോ ഇത് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ഈ ഒരു ബ്രൂ റിഹാബിലിറ്റേഷൻ പ്ലാനിന്റെ ബാക്ക്ഗ്രൗണ്ട്, എന്തിനാണ് ആ ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ബ്രൂ കമ്മ്യൂണിറ്റി ഒരു ട്രൈബൽ ഗ്രൂപ്പാണ്. 1997 മിസോറാമിൽ ഒരു എത്നിക് ടെൻഷൻ സംഭവിച്ചപ്പോൾ ത്രിപുരയിലേക്ക് റെഫ്യൂജീസിനെ പോലെ ത്രിപുരയിൽ ജീവിച്ചിരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ബ്രൂ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. കാരണം മിസോറാമിൽ ആ ഒരു ടെൻഷൻ നടന്നപ്പോൾ അവർ അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യായിരുന്നു ചെയ്തിരുന്നത്. സോ ഇതൊരു ക്വാഡ്രിപാർട്ടൈറ്റ് അഗ്രിമെന്റ് ആണ് 2020. വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു അഗ്രിമെന്റ് ആണ്. 2020 ജാനുവരിയിലാണ് ഇത് സൈൻ ചെയ്യുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിസോറാം, ത്രിപുര അതുപോലെ തന്നെ ബ്രൂ റെപ്രസെന്റേറ്റീവ്സ് തമ്മിൽ സൈൻ ചെയ്തിട്ടുള്ള ഒരു അഗ്രിമെന്റ് ആണ് ബ്രൂ റിഹാബിലിറ്റേഷൻ പ്ലാനിലെ ക്വാഡ്രിപാർട്ടൈറ്റ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ബ്രൂ റെഫ്യൂജീസിനെ പെർമനന്റ്ലി റീസെറ്റിൽ ചെയ്യാന്നുള്ള ഇന്റൻഷനോട് കൂടിയിട്ടാണ് ഈ ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്. ഇതിലുള്ള റീഹാബിലിറ്റേഷൻ പാക്കേജ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ്, ഹൗസിങ്ങിന് വേണ്ടിയിട്ടും ലൈവ്ലിഹുഡ് സപ്പോർട്ടിന് വേണ്ടിയിട്ടും ലാൻഡ് അലോക്കേഷന് വേണ്ടിയിട്ടൊക്കെ ഒരു ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. മാത്രമല്ല ഈ ഒരു ബ്രൂ കമ്മ്യൂണിറ്റിക്ക് ത്രിപുര സൊസൈറ്റിയിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് എയ്ഡ്സ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഇത് പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യാൻ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അവർക്കൊരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെർമനന്റ് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു പ്ലാനിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. സോ ഇതെങ്ങനെയാണ് മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. GS1 ട്രൈബൽ ഇഷ്യൂസ്, ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് കൾച്ചറൽ ഐഡന്റിറ്റി. GS2 റോൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്, ഫെഡറലിസം ഇൻ ട്രൈബൽ വെൽഫെയർ. GS3 ഇന്റേണൽ സെക്യൂരിറ്റി ചാലഞ്ചസ്, നക്സലിസം, ഇമ്പാക്ട് ഓഫ് കൗണ്ടർ ഇൻസർജൻസി സ്ട്രാറ്റജീസ്. SA എത്തിക്സിൽ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ് ഓഫ് ഡിസ്പ്ലേസ്ഡ് കമ്മ്യൂണിറ്റീസ്, റിഹാബിലിറ്റേഷൻ എത്തിക്സ്. ഇത്രയും ഭാഗത്ത് നിന്ന് മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ന്യൂസ് ആണ് ഇപ്പൊ നമ്മൾ നോക്കിയിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന ന്യൂസ് ഡിക്കേഡൽ ഗ്രോത്ത്
average, a balanced formula for delimitation. So എന്താണ് ഈ ഒരു ന്യൂസ് ബേസിക്കലി പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് തമിഴ്നാട്, കേരള പോലെയുള്ള സദേൺ സ്റ്റേറ്റ്സ് ഒരു പോപ്പുലേഷൻ ബേസ്ഡ് ഡെലിമിറ്റേഷനെ ഒപ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ റെഡ്യൂസ് ആവൂ എന്നുള്ള ഫിയർ ആണ് ഇതിന്റെ ബാക്കിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സെന്ററിന്റെ ഇതിലുള്ള ഡിലേമ എന്ന് പറയുന്നത് ലോക്സഭ സീറ്റ്സ് ഫ്രീസ് ചെയ്തിട്ടുള്ള ലോക്സഭ സീറ്റ്സ് എന്ന് പറയുന്നത് അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പോപ്പുലേഷൻ ഗ്രോത്തിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം പോപ്പുലേഷൻ ഗ്രോത്ത് മാത്രം യൂസ് ചെയ്യുമ്പോൾ അത് കോപ്പറേറ്റീവ് ഫെഡറലിസത്തിനെ എഫക്ട് ചെയ്യും അല്ലെങ്കിൽ ഹേർട്ട് ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് ആർട്ടിക്കിൾ 81 ക്ലോസ് 2A പോപ്പുലേഷൻ ബേസ്ഡ് സീറ്റ് അലോക്കേഷൻ ആണ് മാൻഡേറ്റ് ചെയ്യുന്നത്. ഇതിലുള്ള ഒരു സൊല്യൂഷൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് DGA ഫോർമുലയാണ്. അതായത് ഡിക്കേഡൽ ഗ്രോത്ത് ആവറേജ്. ഇത് പ്രകാരം ഇത് ഓഫർ ചെയ്യുന്നത് ഒരു ബാലൻസ്ഡ് വേ ടു ഇൻക്രീസ് സീറ്റ് ആണ്. അതായത് ഒരു DGA ഫോർമുല മെത്തേഡ് പ്രകാരം ഓഫർ ചെയ്യുന്നത് ബാലൻസ്ഡ് വേ ടു ഇൻക്രീസ് സീറ്റ്സ് വിതൗട്ട് പെനലൈസിങ് സ്റ്റേറ്റ്സ് ദാറ്റ് കൺട്രോൾഡ് പോപ്പുലേഷൻ. സോ ഇതെങ്ങനെയാണ് നമുക്ക് UPSC പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് ആയി വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രിലിംസ് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ അതിൽ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ആർട്ടിക്കിൾ 81 ക്ലോസ് 2A. ഇത് പ്രകാരമാണ് ഡെലിമിറ്റേഷൻ ആൻഡ് ലോക്സഭ സീറ്റ് അലോക്കേഷൻ വരുന്നത്. അതായത് ഒരു സ്റ്റേറ്റിന്റെ പോപ്പുലേഷൻ ബേസ് ചെയ്തുകൊണ്ട് അതിൽ ലോക്സഭ സീറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ആർട്ടിക്കിൾ 81 ക്ലോസ് 2A പ്രകാരം വരുന്നത്. ഇതൊരു പോപ്പുലേഷൻ ആയിരിക്കും പ്രൈമറി ബേസിസ് ഫോർ ദി അലോക്കേഷൻ ഓഫ് ലോക്സഭ സീറ്റ്സ് ടു ഡിഫറെന്റ് സ്റ്റേറ്റ്സ്. എന്തായിരിക്കും ഒരു യൂണിഫോം റെപ്രസെന്റേഷന്റെ എയിം എന്ന് പറയുന്നത്? ഇതിൽ അണ്ടർലൈ ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസിനെ എൻഷുർ ചെയ്യുക, മാത്രമല്ല ഈക്വൽ റെപ്രസെന്റേഷൻ, എല്ലാ സ്റ്റേറ്റ്സിനും ഈക്വൽ റെപ്രസെന്റേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട എയിം അല്ലെങ്കിൽ ഇതിന്റെ ഉദ്ദേശം എന്നൊക്കെ പറയുന്നത്. സോ ഡെലിമിറ്റേഷൻ കമ്മീഷൻ ആൻഡ് ഇറ്റ്സ് പവേഴ്സ് എന്ന് പറയുന്നത്, ഡെലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പ്രസിഡന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഡെലിമിറ്റേഷൻ കമ്മീഷൻ ആക്ട് പ്രകാരമുള്ള ഹൈ പവേർഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഡെലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പാർലമെന്ററി അതുപോലെ തന്നെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസിന്റെ ബൗണ്ടറീസ് റീഡ്രോ ചെയ്യാം. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പോപ്പുലേഷനിൽ സംഭവിച്ചിട്ടുള്ള ചേഞ്ചസിനെ റിഫ്ലക്ട് ചെയ്യുക, അതുവഴി ഒരു ഫെയർ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. സോ ഈ ഒരു ഡെലിമിറ്റേഷൻ കമ്മീഷന്റെ ഓർഡേഴ്സ് എന്ന് പറയുന്നത് ഫൈനൽ ആണ്. അത് ഒരു കോർട്ടിന്റെ മുമ്പിൽ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഫൈനൽ ആയിട്ടുള്ള ഓർഡേഴ്സ് ആയിരിക്കും ഡെലിമിറ്റേഷൻ കമ്മീഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. സോ DGA ഫോർമുല എന്ന് പറയുന്നത്, DGA ഫോർമുല പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ ഡിവല്യൂഷൻ, അത് മാത്രമല്ല യൂണിയനും സ്റ്റേറ്റും തമ്മിൽ റിസോഴ്സ് ഷെയർ ചെയ്യുന്ന കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് DGA ഫോർമുല എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഇത് കൺസിഡർ ചെയ്യുന്നത് ആവറേജ് ഗ്രോത്ത് റേറ്റ് ഓഫ് എ സ്റ്റേറ്റ്സ് ഇക്കോണമി കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്. സോ ഇതെങ്ങനെയാണ് നമുക്ക് മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത് കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. മെയിൻസില് GS 2 ഫെഡറലിസം, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്, GS 1 റീജിയണലിസം, ഇന്റർ സ്റ്റേറ്റ് ഡിസ്പാരിറ്റീസ്, GS 3 ഗവേണൻസ് ചാലഞ്ചസ് ഇൻ പോപ്പുലേഷൻ കൺട്രോൾ വേഴ്സ് റെപ്രസെന്റേഷൻ, എസ്സേയില് ബാലൻസിങ് ഡെവലപ്മെന്റ് ഔട്ട്കംസ് വിത്ത് ഡെമോക്രാറ്റിക് റെപ്രസെന്റേഷൻ ഇൻ എ ഡൈവേഴ്സ് പൊളിറ്റി. അപ്പം ഇത്രയും ഭാഗത്ത് നിന്ന് മെയിൻസ് പെർസ്പെക്റ്റീവില് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന ന്യൂസ്, studied over 21 years new species of frog named after Assam College. ഒരു 21 വർഷത്തെ ലോങ് സ്റ്റഡി ലെഡ് ചെയ്തത് ന്യൂ ഫ്രോഗ് സ്പീഷീസിന്റെ ഡിസ്കവറിയിലാണ്. ലെപ്റ്റോബ്രാഷ്യം ആരിയേഷ്യം എന്ന് പറയുന്ന ഒരു ന്യൂ ഫ്രോഗ് സ്പീഷീസിനെ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. സോ ഇത് ഗുവാഹത്തിക്ക് അടുത്തുള്ള ഗാർബംഗ റിസർവ് ഫോറസ്റ്റിലാണ് ഇതിനെ ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. ഇതിന് നെയിം കൊടുക്കുന്നത് ആര്യ വിദ്യാപീഠ് കോളേജിന്റെ റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു സ്പീഷീസിന് നെയിം വന്നിട്ടുള്ളത്. സോ
ഈ ഒരു ന്യൂ സ്പീഷീസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഓറഞ്ച് ബ്ലാക്ക് ഐസ്, റെറ്റിക്കുലേറ്റഡ് ത്രോട്ട് പാറ്റേൺ, അതുപോലെ തന്നെ യുണീക് കോള്. ഇത്രയാണ് ഈ ഒരു ന്യൂ ഫ്രോഗിന്റെ ഡിസ്കവർ ചെയ്തിട്ടുള്ള ന്യൂ ഫ്രോഗിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത് കൺഫേം ചെയ്തിട്ടുള്ളത് DNA, മോർഫോളജി ആൻഡ് എക്കോസ്റ്റിക്സ് ആണ്. എക്കോസ്റ്റിക്സിലൂടെയാണ് ഇതൊരു ന്യൂ സ്പീഷീസ് ആണ് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുള്ളത്. എന്തൊക്കെയായിരിക്കും ഇതിന്റെ ഒരു ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്? ഈ ഡിസ്കവറി ഹൈലൈറ്റ് ചെയ്യുന്നത് ബയോഡൈവേഴ്സിറ്റി റിച്ച്നെസ്സും അതുപോലെ തന്നെ കൺസർവേഷന്റെ ഇമ്പോർട്ടൻസും ആണ്. എവിടെ? ഗാർബംഗ റിസർവ് ഫോറസ്റ്റിന്റെ കൺസർവേഷന്റെ ഇമ്പോർട്ടൻസും ആണ് ഇതിലൂടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഈ ഗാർബംഗ റിസർവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് അർബൻ എക്സ്പാൻഷന്റെയും അതുപോലെ തന്നെ ഹാബിറ്റാറ്റ് ഡീഗ്രഡേഷന്റെ ഒക്കെ ഭാഗമായിട്ട് ത്രെട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഫോറസ്റ്റ് റിസർവ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ന്യൂസ് എങ്ങനെയൊക്കെ നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് ആയി വരുന്നു എന്നുള്ളതാണ്. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഗാർബംഗ റിസർവ് ഫോറസ്റ്റ്. ഈ ഗാർബംഗ റിസർവ് ഫോറസ്റ്റിന്റെ ലൊക്കേഷനും അതിന്റെ സിഗ്നിഫിക്കൻസും ആണ് നമ്മൾ നോക്കുന്നത്. ഹൈ ബയോഡൈവേഴ്സിറ്റി അതുപോലെ തന്നെ എൻഡമിസത്തില് പോപ്പുലർ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ഗാർബംഗ റിസർവ് ഫോറസ്റ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ ഇത് ഒരു പൊട്ടൻഷ്യലി എന്താണ്? ഹോട്ട്സ്പോട്ട് ആണ്. ഇതിന്റെ ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്തായിരിക്കും? ഇത്തരത്തിലുള്ള ഒരു ഗാർബംഗ റിസർവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് വെറൈറ്റി ഓഫ് ഫ്ലോറയും ഫോണും കാണപ്പെടുന്ന ഒരു ഏരിയ ആണ്. മാത്രല്ല ഈ വെറൈറ്റി ഓഫ് ഫ്ലോറ ഫോണ എന്ന് പറയുന്നത് ത്രെട്ടൻഡ് ആയിരിക്കും. അതുപോലെ തന്നെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസിനും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ഗാർബംഗ ഫോറസ്റ്റ് റിസർവിലെ സ്പീഷീസ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീജിയണൽ എക്കോളജിക്കൽ ബാലൻസ് ഇവിടെ ക്രൂഷ്യൽ ആണ് എന്നുള്ളതാണ്. ഈ കൺസർവേഷൻ എഫേർട്സ് എന്ന് പറയുന്നത് ലെവൽ ഓഫ് പ്രൊട്ടക്ഷനും ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ പ്രിസർവിംഗ് ഇറ്റ്സ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈ ഏരിയയിൽ ക്രൂഷ്യൽ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും? അതിന്റെ ബേസിക്സ് എന്താണ്? ഒന്നാമതെന്ന് പറയുന്നത് മോർഫോളജിക്കൽ അനാലിസിസ് നടത്തിയിട്ട് സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിലുള്ള ബേസിക്സ് കാര്യങ്ങളാണ്. എങ്ങനെയൊക്കെ ആയിരിക്കും അതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഒന്നാമത്തെ എന്ന് പറയുന്നത് മോർഫോളജിക്കൽ അനാലിസിസ് വഴി. എന്താണ് ഈ മോർഫോളജിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്? മോർഫോളജിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ് ആണ്. ഈ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സ്പീഷീസിനെ നമ്മൾ കാണുമ്പോൾ ആ ഒരു ഓർഗാനിസത്തിന്റെ കാണുന്ന ഫിസിക്കൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവില്ലേ? ചിലപ്പോൾ അതിന്റെ അനാട്ടമി ആയിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഒരു കളർ ആയിരിക്കാം, എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, സൈസ്, ഷേപ്പ്, ഈ കളർ പാറ്റേൺ, ഇതിനെല്ലാം മനസ്സിലാക്കിയിട്ട് ഒരു സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് മോർഫോളജിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് വരുന്നതാണ് അക്വാസ്റ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് പ്രൈമറിലി ഇപ്പൊ ചില ജീവികളൊക്കെ പ്രത്യേകതരം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ചില ബേർഡ്സ്, ഫ്രോഗ്സ്, ഇൻസെക്ട്സ് ഒക്കെ ഒരു സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ സൗണ്ടിനെ മനസ്സിലാക്കിയിട്ട് അത് റെക്കോർഡ് ചെയ്ത് അതിനെ അനലൈസ് ചെയ്തിട്ട് ആ സ്പീഷീസിനെ മനസ്സിലാക്കുന്നതിനെയാണ് അക്വാസ്റ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് DNA അനാലിസിസ് ആണ്. അതായത് മോളിക്കുലാർ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ജീവിയുടെ, ഒരു ഓർഗാനിസത്തിന്റെ ജെനറ്റിക് മെറ്റീരിയൽ, അതായത് DNA സീക്വൻസ് മറ്റ് ജീവികളുടെ DNA സീക്വൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അത് മാത്രമല്ല അവരുടെ റിലേഷൻഷിപ്പ്, എവല്യൂഷണറി റിലേഷൻഷിപ്പ് മനസ്സിലാക്കിയിട്ടൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് DNA അനാലിസിസ് എന്ന് പറയുന്നത്. അത് നേരത്തെ പറഞ്ഞു, ഈ ഗാർബംഗ ഫോറസ്റ്റ് റിസർവ് എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ ഹോട്ട്സ്പോട്ട് ആണ് എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഒരു ലൊക്കേഷൻ ബയോളജിക്കലി ഹോട്ട്സ്പോട്ട് ആയി മാറുന്നത്? പ്രധാനമായിട്ടും 2 ക്രൈറ്റീരിയ ആണ് ഒരു ലൊക്കേഷനെ ഹോട്ട്സ്പോട്ട് ആക്കി മാറ്റുന്നത്. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഹൈ എൻഡമിസം ആണ്. അതായത് ഈ ഏരിയ, ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1500 സ്പീഷീസ് എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസ് അവിടെ ഉണ്ടായിരിക്കണം. അതായത് ഈ എൻഡമിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സ്പീഷീസ്, അവിടെ കാണപ്പെടുന്ന സ്പീഷീസ് ഭൂമിയിലെ മറ്റ് സ്ഥലങ്ങളിലൊന്നും കാണപ്പെടുന്നുണ്ടായില്ല. ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് മാത്രമായിരിക്കും ആ സ്പീഷീസ് കാണപ്പെടുന്നത്. രണ്ടാമതായിട്ട് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഹാബിറ്റാറ്റ് ലോസ്. അവിടുത്തെ ഒറിജിനൽ നാച്ചുറൽ വെജിറ്റേഷന്റെ 70% നഷ്ടം, ലോസ് സംഭവിക്കുമ്പോഴാണ് അതിനെ ഹോട്ട്സ്പോട്ട് ആക്കി മാറ്റുന്നത്. സോ 2 ക്രൈറ്റീരിയ ആണ് ഉള്ളത്. ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് ആയി വരുന്നത്? GS3 എൻവിറോൺമെന്റിലും GS1 ജോഗ്രഫി, എസ്സേയിലും നമുക്ക്
ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ന്യൂസ് ആണ് ഇപ്പൊ നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ളത്. സോ അവസാനമായിട്ട് നമ്മൾ നോക്കുന്ന ന്യൂസ്, ഫേസിംഗ് ത്രെഡ് ഫ്രം കോറിംഗ് ആക്ടിവിറ്റി, തെലങ്കാനാസ് ടോളസ്റ്റ് ജെയിൻ ഐഡൽ ലൈസ് നെഗ്ലക്റ്റഡ്. എന്താണ് ഈ ഒരു ന്യൂസ് ഉദ്ദേശിക്കുന്നത്? ഏൻഷ്യന്റ് ജെയിൻ സ്കൾപ്ചർ ഇപ്പൊ കോറിംഗ് ആക്ടിവിറ്റീസ് കാരണം ത്രെട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 9 foot ടോൾ സ്റ്റോൺ സ്കൾപ്ചർ ആണ് മഹാവീര തീർത്ഥങ്കരയുടെ, തെലങ്കാനയിൽ സിറ്റുവേറ്റ് ചെയ്യുന്നതാണ്. നാൻഗുനുരു വില്ലേജിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഈ ഒരു തീർത്ഥങ്കര മഹാവീരയുടെ സ്കൾപ്ചർ കോറിംഗ് ആക്ടിവിറ്റീസ് കാരണം ത്രെട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ ന്യൂസിൽ പറയുന്നത്. സോ ആർക്കിയോളജിക്കൽ എവിഡൻസ് ഓഫ് ജെയിൻ ലെഗസി, ഈ ഒരു സൈറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് വേറെ ഒരു സ്മോൾ മഹാവീര സ്കൾപ്ചർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ലോക്കൽ ടെമ്പിളിന് നിയറിൽ ജെയിൻ റെലിക്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. റിമെയിൻസ് ലൈക്ക് ബ്രിക്സ്, ബാറ്റ്സ് ആൻഡ് പോട്ട്സ് ഹെർട്സ്. ഈ ഒരു ഇത്രയും കാര്യങ്ങള് ജെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. സോ ഇത് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് എങ്ങനെയാണ് ഇമ്പോർട്ടൻസ് ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ഈ തീർത്ഥങ്കര എന്ന് പറയുന്നത്? തീർത്ഥങ്കര എന്ന് പറയുന്നത് സാൽവേഷൻ അല്ലെങ്കിൽ ലിബറേഷൻ അറ്റൈൻ ചെയ്തിട്ടുള്ള സ്പിരിച്വൽ ടീച്ചേഴ്സിനെയാണ് തീർത്ഥങ്കരാസ് എന്ന് പറയുന്നത് ജൈനിസത്തിൽ പറയുന്നത്. സോ ജൈനിസത്തിലെ ആദ്യത്തെ തീർത്ഥങ്കരൻ എന്ന് പറയുന്നത് ഋഷഭാന്ത ആണ്. അവസാനത്തെ, അതായത് 24th തീർത്ഥങ്കര മഹാവീരയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ദിഗംബര സെക്ട്. ഈ ഒരു ജൈനിസം പ്രധാനമായിട്ടും 2 സെക്ട്സ് ആണുള്ളത്. ഒന്ന് ദിഗംബരയും മറ്റേത് ശ്വേതാംബര എന്ന് പറയുന്നത്. സോ ഇതാണ് മേജർ സെക്ട്സ് എന്ന് പറയുന്നത്. ഈ ദിഗംബര മോങ്സ് ട്രഡീഷണലി ന്യൂഡിറ്റി, കംപ്ലീറ്റ് ആയിട്ട് ന്യൂഡിറ്റി പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കും. മാത്രമല്ല വേൾഡ്ലി പൊസഷൻസിൽ നിന്ന് കംപ്ലീറ്റ് ഡിറ്റാച്ച്മെന്റ് ആയിരിക്കും ഇവര് ഉദ്ദേശിക്കുന്നത്. സോ അടുത്ത നമ്മൾ നോക്കുന്നത് കയോട്സർഗ പോസ്റ്റർ എന്ന് പറയുന്നത്. കയോട്സർഗ പോസ്റ്റർ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡിങ് മെഡിറ്റേറ്റീവ് പോസ്റ്റർ ആണ്. ജൈനിസത്തിലുള്ള ഒരു സ്റ്റാൻഡിങ് മെഡിറ്റേറ്റീവ് പോസ്റ്റർ ആണ് കയോട്സർഗ പോസ്റ്റർ എന്ന് പറയുന്നത്. ഇത് ബോഡി അബാൻഡൻമെന്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് രാഷ്ട്രകൂട എറ സ്കൾപ്ചേഴ്സ്. ഈ ഒരു രാഷ്ട്രകൂട ഡൈനാസ്റ്റി 18th മുതൽ 10th century CE ഉണ്ടായിരുന്ന ഒരു ഡൈനാസ്റ്റി ആയിരുന്നു. ഇവര് പ്രധാനമായിട്ടും പാറ്റേൺസ്, ആർട്ടും ആർക്കിടെക്ചറിന്റെ ഒക്കെ പാറ്റേൺസ് ആയിരുന്നു. സോ ഇതിനൊരു മേജർ സെന്റേഴ്സ് എന്ന് പറയുന്നത് എല്ലോറ, എലഫന്റ ആൻഡ് ഡെക്കാൻ റീജിയനിലെ മറ്റ് സൈറ്റുകളൊക്കെ ഇതിന്റെ പ്രധാനമായിട്ടും ഇവരുടെ ആർട്ടും ആർക്കിടെക്ചർ ഒക്കെ നിലനിന്നിരുന്ന ഏരിയകളായിരുന്നു. സോ റോക്കട്ട് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് എന്താ? റോക്കട്ട് ആർക്കിടെക്ചർ ഒരു റോക്കറ്റ് കേവ്സ് ഒക്കെ തുരന്നിട്ട് ആർക്കിടെക്ചർ കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് റോക്കറ്റ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന് പറയുന്നത് മോണോലിത്തിക് കൈലാസ് ടെമ്പിൾ അറ്റ് എല്ലോറ, എലഫന്റ കേവ്സിലുള്ള സ്കൾപ്ചർ. റോക്കറ്റ് ആർക്കിടെക്ചറിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് ഈ 2 എണ്ണം. ഹിന്ദു ഡൈറ്റീസില് സ്കൾപ്ചേഴ്സ് പ്രധാനമായിട്ടും ഹിന്ദു ഡൈറ്റീസ് ലൈക്ക് ശിവ, വിഷ്ണു, ദുർഗയൊക്കെ ഡെപ്പിക്ട് ചെയ്യുന്നതായിരിക്കും സ്കൾപ്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതില് നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ വരുന്നത് ജെയിൻ തീർത്ഥങ്കരാസ്. ജെയിൻ തീർത്ഥങ്കരാസ് എന്ന് പറയുന്നത് Tirthankara images, Jain patronage led to the creation of Tirthankara images in the Digambara style. അതായത് ന്യൂഡ്, ഓഫൻ ഇൻ കയോട്സർഗ ഓർ സീറ്റഡ് മെഡിറ്റേഷൻ പോസ്റ്റേഴ്സ്. സിങ്ക്രറ്റിസം എന്ന് പറയുന്നത് എന്താ? സിങ്ക്രറ്റിസം എന്ന് പറയുന്നത് സം സ്കൾപ്ചേഴ്സ് മെയിൻലി ഹരിഹര, അതായത് വിഷ്ണുവിന്റെയും ശിവന്റെയും മെത്തേഡ്സ് കാര്യങ്ങൾ, അതായത് ആ ഒരു സിങ്ക്രറ്റിക് സ്റ്റൈലിലായിരിക്കും, സിങ്ക്രറ്റിക് ഫോംസ് ആയിരിക്കും അവർ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതിനെയാണ് സിങ്ക്രറ്റിസം എന്ന് പറയുന്നത്. ബോൾഡ് ആൻഡ് ഡൈനാമിക് ഫോംസ്. രാഷ്ട്രകൂട സ്കൾപ്ചേഴ്സ് അവരുടെ ഫീച്ചർ എന്ന് പറയുന്നത് ഈ സ്കൾപ്ചർ ഉണ്ടാക്കുമ്പോൾ ലാർജ് സ്കെയിലായിരിക്കും അവർ ചെയ്യുന്നത്. മാത്രമല്ല പവർഫുൾ ഡൈനാമിക് ആയിട്ടുള്ള പോസസ് ആയിരിക്കും, ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും സ്കൾപ്ചർ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ അവരുടെ ഫീച്ചേഴ്സിൽ വരുന്നതാണ്. ഇത് പ്രധാനമായിട്ടും ഏതെങ്കിലും ഒരു സ്റ്റോറിയൊക്കെ അല്ലെങ്കിൽ മിത്തോളജിക്കൽ ഇവന്റ്സ് ഒക്കെ ഡെപ്പിക്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു സ്കൾപ്ചർ എന്ന് പറയുന്നത്. മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് എങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് GS1 കൾച്ചർ, GS3 എൻവിറോൺമെന്റ്, അതുപോലെ തന്നെ എസ്സേയിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ന്യൂസ് ആണ് ഇപ്പൊ നമ്മൾ നോക്കിയിട്ടുള്ളത്. സോ ഇതായിരുന്നു ലാസ്റ്റ് ന്യൂസ്. അടുത്തൊരു സെഷൻ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു.